ഡിപ്രഷൻ ഇൻ എൽഡർലി, അതായത് പ്രായമായവരിലെ വിഷാദ രോഗം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും വിഷാദ രോഗം ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് വിഷാദമുള്ള, അതായത് ഡിപ്രഷൻ ഉള്ളവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്? അവർക്ക് അവരോട് ഡെയിലി സംസാരിക്കുക, നല്ല കോൺവെർസേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യാൻ അനുവദിക്കുക, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അവർക്ക് ഏത് ഹോബിയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ചു കൊടുക്കണമെങ്കിൽ അത് മേടിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും അവർ തനിച്ചല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ് അവർ ഒരിക്കലും ഐസോലേറ്റ് ചെയ്യാതെ, അവോയ്ഡ് ഐസോലേഷൻ, അതായത് അവർ തനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുക. എപ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം ജോലിക്ക് പോവാന്ന് വെച്ചാൽ അവരെ അടുത്തുള്ള ഏതെങ്കിലും മെമ്പേഴ്സ് ഉള്ള വീടുകളിൽ അവരെ ഇരുത്തിയിട്ട് പോകണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ശ്രദ്ധിക്കേണ്ടത് മെഡിസിൻ കഴിക്കുമ്പോൾ, ഇപ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിസിൻ കഴിക്കുന്നത് കൃത്യമായ സമയത്ത് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഈ ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മരുന്നുകൾ കൃത്യമായി സമയത്ത് കഴിക്കേണ്ടതിൻ്റെ പ്രത്യേകത. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പം ചിലർക്ക് ഒന്നിലും താല്പര്യമില്ല, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, എന്ത് ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, കുളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെ ലക്ഷണമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, അവർക്ക് ഉറക്കം കിട്ടുന്നില്ല, രാത്രിയായാലും പകലായാലും അവർക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സൂയിസൈഡൽ തോട്ട്സ് ഉള്ളവരെ, ഇങ്ങനെ സൂയിസൈഡ് ചെയ്യണം എന്നുള്ള തോട്ട്സ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്യാതിരിക്കുക, തനിച്ചിരിക്കാൻ വിടാതിരിക്കുക. പ്രത്യേകം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അവർ കൂടുതൽ കോൺവെർസേഷൻ ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതിനെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ ബുക്സ് മേടിച്ചു കൊടുക്കുക, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് വായിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ബി ബ്രേക്ക്. I'm Robbins.